ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഏകദേശം 32 ദിവസം മുമ്പ് നമ്മൾ ഇട്ട വൈനാണത്. വൈൻ 6 കിലോ ഗ്രേപ്സ് വാങ്ങിച്ചതായിരുന്നു. 6 കിലോ ഗ്രേപ്സിന് നമ്മൾ 3.5 മുതൽ 4 കിലോ വരെ പഞ്ചസാര ഉപയോഗിച്ചു. അതിൽ 1/2 കിലോ പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് അതിൻ്റെ കൂടെ ചേർക്കാനാണ്. അപ്പോൾ വൈനിന് സാധാരണ ഉള്ളതിനേക്കാൾ നല്ലൊരു കളർ വരും. ഇതിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാതെ കൂടെ അതിൻ്റെ കൂടെ ഒരു 5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം വേണം. ഒരു 2 ഇഞ്ച് നീളത്തിൽ കറുവാപ്പട്ട, കൂടെ 150 ഗ്രാം ഗോതമ്പ്, ഒരു 15 ഗ്രാമ്പു, പിന്നെ 1 സ്പൂൺ ഈസ്റ്റ്. ഇത്രയും സാധനമാണ് ഇതിൽ ഞാൻ ഇട്ടത്. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ 32 ദിവസമായി ഇത് ഫെർമെൻ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എല്ലാ ദിവസവും ഇത് തവി കൊണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരുന്നു എല്ലാ ദിവസവും. അപ്പോൾ ഇത് കൂടുതൽ ഈ ഗ്രേപ്സൊക്കെ ക്രഷായി ഇതിനകത്തേക്ക് വീണ്ടും നന്നായിട്ട് ഇത് ഈ വൈൻ നല്ല ഒരു പരുവത്തിലാകാനായിട്ട് അത് സഹായിച്ചു. എന്തായാലും ഇത്രയും ദിവസമായപ്പോൾ ഇത് നമ്മളിനി അരിച്ച് എടുക്കാനായിട്ടുള്ള ശ്രമമാണ്. നിങ്ങളത് കാണിച്ചു തരാം. അതിന് നമുക്ക് ഇത് അതിനുശേഷം ഇതൊരു നല്ല വെള്ള തുണി കൊണ്ട് ടൈറ്റായിട്ട് കെട്ടി വെക്കണം. ഓരോ ദിവസവും ഇത് ഇളക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടി വെക്കണം. നമുക്കിപ്പോൾ ഇത് അഴിക്കാം. ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നല്ല വൈൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഫെർമെൻ്റായ ഈ വൈൻ ഈ വലിയ ഭരണിയിൽ നിന്ന് നമ്മൾ അരിച്ച് ഈ ചെറിയ ഭരണിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അതിനായിട്ട് ഒരു 7 അകലമുള്ള ഒരു തോർത്ത്, ആ തോർത്തിനകത്താണ് നമ്മളിത് നന്നായിട്ട് അരിച്ച് ഒഴിക്കാനായിട്ടാണ് നമ്മളിത് ഇനി നമ്മളിത് നന്നായിട്ട് പിഴിഞ്ഞ് ഈ ഗ്രേപ്സ് ബാക്കിയുള്ള ഇതെല്ലാം പിഴിഞ്ഞിട്ട് ഈ വൈൻ മാത്രം ഈ ചെറിയ ഭരണിയിലേക്ക് നമ്മൾ മാറ്റുവാണ്. അങ്ങനെ ഈ വലിയ ഭരണിയിലെ മുഴുവൻ വൈനും നമ്മൾ അരിച്ച് മാറ്റി പല പല പാത്രങ്ങളിലാക്കി നമ്മൾ വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭരണിയിലുള്ള വൈൻ നമ്മൾ ചെറിയ അരിച്ചൊഴിച്ച് വെച്ചേക്കുന്നതാണ് ഈ ചെറിയ ഭരണിയിൽ. ഇനി ഇതിനകത്ത് 3/4 ഭാഗത്തോളം ഇനിയുണ്ട്. നമ്മൾ 6 കിലോ മുന്തിരിയാണ് ഇട്ടത്. അതുപോലെ 5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും വൈൻ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ ഈ ചെറിയ ഭരണിയിൽ നമ്മൾ അരിച്ചൊഴിച്ച വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ഈ കളറ് ഇങ്ങനെ വരാൻ കാരണം പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടതുകൊണ്ടാണ്. പഞ്ചസാര ചൂടാക്കുമ്പോൾ ഒരു ഗോൾഡൻ കളർ വരും. അപ്പോൾ നമ്മളത് തീ ഓഫാക്കിയിട്ട് ഈ ഗ്രേപ്സിൻ്റെ കൂടെ ഇടുക. അപ്പോൾ ഇത് വളരെ രുചികരവും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നല്ലതാണോന്ന് ഞാൻ തന്നെ കുടിച്ച് നോക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എത്ര ദിവസം കൂടുതൽ വെച്ചതോടും അത്രയും വീര്യം കൂടുകയാണ് വൈനിന്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലതാണ്. എല്ലാവരും നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്നുള്ളതാണ് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരും.
ജമ്മൂസ് കിച്ചൺ. ഗുഡ് ബൈ.